കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായി മാറിയ വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിന് ഇന്ന് 2 വർഷം തികയുകയാണ്. പുലർച്ചെ 1 മണിക്കും 4 മണിക്കും ഉണ്ടായ 2 ഉരുൾപൊട്ടലുകൾ ഒരു നാടിനെ ഒന്നാകെ നാമാവശേഷമാക്കി. ദുരന്തത്തിന് 2 വർഷം പിന്നിടുമ്പോഴും ഉറ്റവരുടെ ഓർമ്മകളും നഷ്ടങ്ങളുടെ നോവും മാഞ്ഞിട്ടില്ല വയനാടിന്. പക്ഷെ വയനാടിന് അതിജീവനത്തിന്റെ കൂടി വർഷങ്ങളായിരുന്നു. ജൂലൈ 30 വയനാടിന്റെ ഹൃദയം പിളർന്ന് ഉരുളൊഴുകിയെത്തിയ രാത്രി. മുണ്ടക്കൈയും ചൂരൽമലയും പുഞ്ചിരിമട്ടവും മേപ്പാടിയും വിറങ്ങലിച്ചു നിന്ന പുലർച്ചെ പിറന്നത് ഭയാനകമായ ദൃശ്യങ്ങളിലേക്കായിരുന്നു. ചൂരൽമലയിലുണ്ടായ 2 ഉരുൾപൊട്ടലുകൾ 8 കിലോമീറ്ററുകളോളം ദൂരം ഒരു ഗ്രാമത്തെ ഇല്ലാതാക്കിക്കൊണ്ടൊഴുകി. കണ്ണെത്തുന്ന ദൂരമെല്ലാം ഉരുളെടുത്തു പോയിരുന്നു. മലവെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ചിതറിത്തെറിച്ചുപോയ മൃതദേഹ ഭാഗങ്ങൾ മലപ്പുറം നിലമ്പൂരിൽ നിന്നും പോത്തുകല്ലിൽ നിന്നുമെല്ലാം ദിവസങ്ങളോളം കണ്ടെടുത്തുകൊണ്ടിരുന്നു. ഉരുൾപൊട്ടിയ വിവരമറിഞ്ഞ ദുരന്തഭൂമിയിലേക്ക് പ്രതികൂല കാലാവസ്ഥയും തകർന്ന പാലങ്ങളും അതിജീവിച്ച് പുലർച്ചെ 3:10 രക്ഷാപ്രവർത്തകരെത്തി. 4:55 NDRF, ഫയർഫോഴ്സ്, പോലീസ് സംഘങ്ങളും അപകട മേഖലയിലെത്തി. പുന്നപ്പുഴയുടെ കുത്തൊഴുക്കിൽ ഒറ്റപ്പെട്ടുപോയ ചൂരൽമലയെ വീണ്ടെടുക്കാൻ സൈന്യവുമെത്തി. ചൂരൽമലയിലെ പള്ളിയിലും മദ്രസയിലും പോളിടെക്നിക്കിലും താൽക്കാലിക ആശുപത്രികൾ തുറന്നു. സ്കൂളുകളും കമ്മ്യൂണിറ്റി ഹാളുകളും രക്ഷപ്പെട്ടവർക്കുള്ള ക്യാമ്പുകളായി. മൃതദേഹങ്ങളും 190 മൃതദേഹ ഭാഗങ്ങളുമാണ് വയനാട്ടിൽ നിന്നും മലപ്പുറം, നിലമ്പൂർ, പോത്തുകൽ മേഖലകളിൽ നിന്നും ആകെ കണ്ടെടുത്തത്. DNA പരിശോധനകൾക്കും ശേഷം സർക്കാരിന്റെ കണക്കനുസരിച്ച് 298 പേരുടെ ജീവനാണ് ഉരുൾപൊട്ടലിൽ പൊലിഞ്ഞത്. വീണ്ടും ഒരു മഴക്കാലം എത്തുമ്പോൾ മനസ്സിൽ ഭീതിയുടെയും ആശങ്കയുടെയും ഉരുൾപൊട്ടുന്നുണ്ടെങ്കിലും വയനാട് ഇന്ന് തിരിച്ചുവരവിന്റെ പാതയിലാണ്. അതിജീവനത്തിന്റെ നഗരമായി വയനാട് ടൗൺഷിപ്പ് കഴിഞ്ഞ മാർച്ച് 1 അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. 64.47 ഹെക്ടറിലാണ് ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത്. 178 കുടുംബങ്ങൾക്ക് 7 സെന്റും വീടും നൽകി. ടൗൺഷിപ്പിൽ താമസം ആരംഭിച്ചവർ ജീവിതം തിരികെ പിടിച്ച് പുതിയ സ്വപ്നങ്ങൾ നെയ്യുന്നു. നഷ്ടപ്പെട്ടുപോയ മനുഷ്യരുടെയും നാമാവശേഷമായി പോയ ഗ്രാമങ്ങളുടെയും ഓർമ്മകളുമായി. ഇത് ഒരു പാഠം കൂടിയാണ്. ദുരന്തങ്ങളെ എങ്ങനെ അതിജീവിക്കണമെന്നും പ്രതിരോധിക്കണമെന്നുമുള്ള പാഠം. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില അല്ലേ? അതെ. 22 വർഷത്തെ പാരമ്പര്യമുള്ള 50-ലേറെ ബ്രാഞ്ചുകളുള്ള നിങ്ങളുടെ സ്വന്തം അച്ചയൻസ് ഗോൾഡ്.